വൈസ്റ്റോൺ അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസന്റ് ടെൻസിനെ കുറിച്ചാണ്. ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ടെൻസിന്റെ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. അപ്പൊ എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, അല്ല ഏതൊക്കെ സാഹചര്യത്തിലാണ് ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്? സോ വാട്ട് ഈസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്? Present continuous tense is used to describe an action which is happening right now at the time of speaking. ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചെയ്യുന്ന പ്രവൃത്തികൾ, അതായത് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് യു ഡു സംതിങ്, ആ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ചാണ്, അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ടെൻസ് ആണ് ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. മനസ്സിലായില്ലേ? അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വാട്ട് ഐ എം ഡൂയിങ്, ഐ എം ടേക്കിംഗ് ക്ലാസ്, ഐ എം സ്പീക്കിംഗ് എന്നൊക്കെ പറയുന്ന ഇപ്പൊ ഈ പ്രോസസ് അത് ടൈം ഓഫ് സ്പീക്കിങ്ങിന്റെ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് എന്ത്, അത്തരം പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഈസ്, ആം, ആർ പ്ലസ് വെർബ് പ്ലസ് ing. ഈസ്, ആം, ആർ പ്ലസ് വെർബ് പ്ലസ് ing. ഇതാണ് ഇതിന്റെ ഒരു സെന്റൻസ് സെന്റൻസ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഉപയോഗിക്കാം. അപ്പൊ ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് മേജർ ആയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ആ ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. ഇറ്റ് ഈസ് ആൻ ആക്ഷൻ വിച്ച് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. നമ്മളിപ്പോ ഈ സ്പീക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്പൊ അത്തരം സെന്റൻസുകളെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, മൈ മദർ ഈസ് കുക്കിംഗ് നൗ. മൈ മദർ ഈസ് കുക്കിംഗ് നൗ. എന്റെ അമ്മ ഇപ്പൊ ഭക്ഷണം പാകം ചെയ്യണം, അല്ലെങ്കിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മൈ മദർ ഈസ് കുക്കിംഗ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ പ്രസന്റ് മൊമെന്റിൽ നടക്കുന്ന കാര്യം. ഇവിടെ മൈ മദർ ഈസ് കുക്കിംഗ് നൗ, ഇല്ല, ഫോർമാറ്റ് കറക്റ്റ് ആണ്. ഈസ്, ആം, ആർ പ്ലസ് വെർബ് പ്ലസ് ing. ഇതാണ് നമ്മൾ പറഞ്ഞ ഫോർമാറ്റ്. മൈ മദർ ഈസ് കുക്കിംഗ് നൗ. ഇവിടെ വെർബ് എന്ന് പറയുന്നത് കുക്ക് ചെയ്യുന്നതാണ്, അല്ലെ? അതിന് കൂടുതൽ, ആ വെർബിന്റെ കൂടുതൽ ing കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ, പ്ലീസ് ബി ക്വയറ്റ്, ദി ചിൽഡ്രൻസ് ആർ സ്ലീപ്പിംഗ്. ദി ചിൽഡ്രൻസ് ആർ സ്ലീപ്പിംഗ്. പ്ലീസ് ബി ക്വയറ്റ് എന്ന് ഒന്നും മിണ്ടാതിരിക്കുവോ, ശബ്ദം ഉണ്ടാക്കാതിരിക്കുവോ, ക്വയറ്റ് ആയിട്ടിരിക്കുവോ എന്നൊക്കെ നമ്മൾ ഇല്ലേ, കുട്ടികൾ ഉറങ്ങുകയാണ്. അപ്പൊ ഇത്തരത്തില് നമ്മൾ എന്താണ് ഒരു മൊമെന്റിൽ നമ്മൾ ഇപ്പം ഈ സംസാരിക്കുന്ന സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ല പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്ന മറ്റൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് an action which is planned to take place in the very next future. വളരെ അടുത്ത കാലഘട്ടത്തിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഏതാണ് ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് ഉപയോഗിക്കാം. നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓൺ 4th of next month I'm going to see Mohanlal's film. On 4th of next month I'm going to see Mohanlal's film. അടുത്ത മാസം 4ാം തീയതി ഞാൻ മോഹൻലാലിന്റെ സിനിമ കാണാൻ പോകും. അതായത് ഓൾറെഡി പ്ലാൻ ചെയ്ത, അല്ലെങ്കിൽ വളരെ നെക്സ്റ്റ് ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്താണ് ഈസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓൺ നെക്സ്റ്റ് വീക്ക് ഐ എം ഗോയിങ് ടു അറ്റൻഡ് എ വെഡിങ്. ഓൺ നെക്സ്റ്റ് വീക്ക് ഐ എം ഗോയിങ് ടു അറ്റൻഡ് എ വെഡിങ്. അടുത്ത ആഴ്ച ഞാനൊരു കല്യാണത്തിന് പങ്കെടുക്കും എന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഐ എം ഗോയിങ് ടു അറ്റൻഡ് എ
വെഡിങ് ഫംഗ്ഷൻ നെക്സ്റ്റ് വീക്ക്. ഓക്കെ, അപ്പൊ ഇത്തരം സാഹചര്യത്തിലാണ് നമ്മൾ എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുക. അതായത് ഇപ്പൊ നടന്ന് സ്പീക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നടക്കുന്നതോ അല്ലെങ്കിൽ വളരെ അടുത്ത നിയർ ഫ്യൂച്ചറിൽ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഏതാണ് ഇതിന്റെ ഒരു സെന്റൻസ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഏതാണ്? ഈസ്, ആം, ആർ പ്ലസ് വെർബ് പ്ലസ് ING. ഇതാണ് ഇതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമ്മൾ എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ്, ഏതെല്ലാം സാഹചര്യത്തിലാണ്, എപ്പോഴൊക്കെയാണ് ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാമെന്നും അത് ഏതെല്ലാം സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇഫ് യു ഹാവ് എനി കൈൻഡ് ഓഫ് ഡൗട്ട് പ്ലീസ് കമന്റ് ഓൺ ദ കമന്റ് സെക്ഷൻ. അതുപോലെ തന്നെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ.